ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ പേപ്പർ 2 കേരള സർവീസ് റൂൾസ് 5/11/2024 നടന്ന KSR ഓൺലൈൻ എക്സാമിൻ്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. Question 1. As per the existing rules, maximum commutation of pension admissible is at the rate of dash of basic pension. Option A 20%, option B 30%, option C 40%, option D none of the above. Answer is option C 40%. Basic pension 40% കമ്മ്യൂട്ട് ചെയ്യാവുന്നതാണ്. A pensioner can exchange a portion of their pension for a lump sum payment. Lump sum can transfer to beneficiaries after pensioner's death. Within 1 year കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമില്ല. എന്നാൽ 1 വർഷത്തിന് ശേഷമാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമാണ്. കമ്മ്യൂട്ടേഷൻ്റെ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് ലംസം പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂട്ടഡ് പോർഷൻ റീസ്റ്റോർഡ് ആഫ്റ്റർ 15 years ഫ്രം ദ ഡേറ്റ് ഓഫ് പെൻഷനർ റിസീവ് ദി കമ്മ്യൂട്ടഡ് വാല്യൂ. അതുപോലെ തന്നെ ഡിയർനെസ് റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ പെൻഷൻ വെച്ചിട്ടാണ്, അല്ലാതെ റെഡ്യൂസ്ഡ് പെൻഷൻ ആഫ്റ്റർ കമ്മ്യൂട്ടേഷൻ അല്ല. ആരാണോ പെൻഷൻ സാങ്ഷൻ ചെയ്യുന്ന അതോറിറ്റി അവർ തന്നെയാണ് കമ്മ്യൂട്ടേഷൻ പെൻഷനും വേണ്ട കാര്യങ്ങൾ ചെയ്തു തരേണ്ടത്. പെൻഷൻ കമ്മ്യൂട്ടേഷൻ്റെ റൂൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 2 പാർട്ട് 3 അപ്പൻഡിക്സ് ആയിട്ടാണ്. അപ്പൻഡിക്സ് 10 അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ് കം ഇൻ ടു ഫോഴ്സ് ഓൺ 1 November 1959. അതായത് 1/11/1959 പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ് നിലവിൽ വന്നത്. കമ്മ്യൂട്ടേഷൻ പെൻഷൻ മെയ്ഡ് ഇൻ അഡ്വാൻസ് ഓഫ് ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് നോട്ട് ഏർലിയർ ദാൻ 3 months of the date of retirement. When an officer performs long journeys in department vehicle, the rate of daily allowance admissible for intermediate halt beyond 200 kilometers is option A half DA, option B 1 DA, option C 3/4 DA, option D 2/3 DA. Answer is option A half DA. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 ചാപ്റ്റർ 1 റൂൾ 31 ഗവൺമെന്റ് ഡിസിഷൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻസെന്റീവ് അവാർഡ്സ് ഇൻ ദ നേച്ചർ ഓഫ് ക്യാഷ് അവാർഡ്സ് ഫോർ മെറിറ്റോറിയസ് സർവീസസ് ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ് ടു ഓപ്ഷൻ എ ഗസറ്റഡ് ഓഫീസേഴ്സ്, ഓപ്ഷൻ ബി നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്, ഓപ്ഷൻ സി ഗ്രേഡ് 4 ഓഫീസേഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ഗസറ്റഡ് ഓഫീസേഴ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 ചാപ്റ്റർ 4 റൂൾ നമ്പർ 34 ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഗവൺമെൻറ് ഡിസിഷൻ നമ്പർ 2, അതുപോലെ തന്നെ ഡിസിഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് ഇൻക്രിമെൻറ്റ്സ് ഫോർ മെറിറ്റോറിയസ് സർവീസ് മേ ബി ഗ്രാൻഡഡ് ടു ബോത്ത് ഗസറ്റഡ് ആൻഡ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്. ഡിസിഷൻ നമ്പർ 4 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗുഡ് സർവീസ് എൻട്രീസ്, ഇൻസെൻറ്റീവ് അവാർഡ്സ് ആൻഡ് അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ഷാൽ നോട്ട് be granted to officers deputed for training courses. Next question. Every head of office shall undertake the work of preparation of pension papers dash in advance of the date on which a government employee is due to retire on superannuation
ഓപ്ഷൻ എ 2 years, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 6 months, ഓപ്ഷൻ ഡി 1 year. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1 year. KSR വോളിയം 2 പാർട്ട് 3 റൂള് 109 പറയുന്നുണ്ട്. അടുത്ത 12 മുതൽ 18 മാസത്തിൻ്റെ ഉള്ളിൽ റിട്ടയർഡ് ആവാൻ പോകുന്ന ഗസറ്റഡ് നോൺ ഗസറ്റഡ് ഓഫീസർമാരുടെ ലിസ്റ്റ് ജാനുവരി 1 ജൂലൈ 1 പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ ഒരു കോപ്പി ജാനുവരി 31 ജൂലൈ 31 മുൻപ് ഓഡിറ്റ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 2 പാർട്ട് 3 ചാപ്റ്റർ 8 റൂള് 109. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെക്കറിംഗ് ഓർ നോൺ റെക്കറിംഗ് പേയ്മെന്റ് received by an officer from a source other than general revenue is called. Option A additional pay, option B honorarium, option C fee, option D special allowance. Answer is option C fee. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 ചാപ്റ്റർ 2 ഡെഫിനിഷൻ എന്ന് പറയുന്നിടത്ത് റൂൾ 12-8 ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ജനറൽ റവന്യൂ എന്ന് കൊടുക്കുന്ന പേയ്മെൻറ്റിനെ നമ്മൾ ഹോണറോറിയം എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ പെൻഷനർ വിഷസ് ടു അക്സെപ്റ്റ് എനി എംപ്ലോയ്മെൻറ്റ് അണ്ടർ എ ഗവൺമെൻറ് വിത്തിൻ or outside India, he should obtain the previous sanction of the dash to such acceptance. Option A head of the department, option B government secretary concerned, option C central government, option D state government. Answer is option D state government. ഇന്ത്യക്കകത്തോ പുറത്തോ ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യണമെങ്കിൽ പെൻഷനേഴ്സിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ മേടിക്കേണ്ടതാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 2 പാർട്ട് 3 റൂൾ 107 റൂൾ 107. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ് ഓഫ് ആൻ ഓഫീസർ ₹300 per month and the minimum number of tour days prescribed is 15. If he was on duty for the whole month and travelled only 5 days, the PTA admissible is rupees dash. Option A 300, option B 150, option C 100, option C 200. Answer is option C 100. പെർമനൻ്റ് ട്രാവലിംഗ് അലവൻസ് PTA ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 ചാപ്റ്റർ 2 റൂൾ 54 ഗവൺമെൻറ് ഡിസിഷനായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. PTA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അഡ്മിസിബിൾ PTA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അഡ്മിസിബിൾ PTA is equal to y into PTA divided by x. y എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ടൂർ, x എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് ഡേയ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ടൂർ. അങ്ങനെയാകുമ്പോൾ ഇവിടെ PTA എത്രയാണ്? 300 ആണ്. 300 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 15 ഇസ് ഈക്വൽ ടു 100. അങ്ങനെയാണ് ഇവിടെ 100 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ചാപ്റ്റർ 2 KSR വോളിയം 1 പാർട്ട് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ പുട്ട് ഇൻ ട്രെയിനിങ് വിത്ത് എ വ്യൂ ടു എംപ്ലോയ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സർവീസസ്. ഓപ്ഷൻ എ ട്രെയിനി, ഓപ്ഷൻ ബി അപ്രൻറ്റീസ്, ഓപ്ഷൻ സി പ്രൊബേഷണർ, ഓപ്ഷൻ ഡി അപ്രൂവ്ഡ് പ്രൊബേഷണർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അപ്രൻറ്റീസ്. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 ചാപ്റ്റർ 2 ഡെഫിനിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ റൂൾ 12-2 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺട്രിബ്യൂഷൻ ഫോർ ലീവ് സാലറി ഓർ പെൻഷൻ
due in receipt of an officer on foreign service may be paid annually within dash days from the end of each calendar year or at the end of the foreign service. Option A 10, option B 15, option C 20, option D none of the above. Answer is option B 15. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 റൂൾ 150 ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 145A പറയുന്നുണ്ട്, വൈൽ ആൻ ഓഫീസർ ഇൻ ഫോറിൻ സർവീസ് contribution towards the cost of his pension and leave salary must be paid to general revenue on his behalf. Next question. In entire service of an employee, maximum leave not due that may be granted is option A 360, option B 300, option C 180, option D none of the above. Answer is option A 360. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 അതിൽ ലീവ് എന്ന് പറയുന്ന ചാപ്റ്റർ 9 റൂൾ 85 ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അറ്റ് എ ടൈമിൽ നമുക്ക് 90 ദിവസത്തെ ലീവ് നോട്ട് ഡ്യൂ ആണ് ലഭിക്കുക. വിതൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 180 ഡേയ്സ് വരെ ലഭിക്കും. ഈ ടൈമിലുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് ഹാഫ് പേ ലീവ് സാലറി ആണ്. ലീവ് സാലറി അഡ്മിസിബിൾ ഫോർ ലീവ് നോട്ട് ഡ്യൂ ആസ് ഹാഫ് പേ ലീവ്. മാക്സിമം LND ഗ്രാൻഡഡ് അറ്റ് എ ടൈം 90 ഡേയ്സ്. അതേപോലെ തന്നെ VRS എടുക്കുന്ന കേസിലാണ് ലീവ് നോട്ട് ഡ്യൂ ക്യാൻസൽ ആവുക. താങ്ക്സ് ഫോർ വാച്ചിങ്.